പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടാം പാഠഭാഗത്തിലെയും മൂന്നാം പാഠഭാഗത്തിലെയും ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. രണ്ടാം പാഠഭാഗമായ ഹതാശा से एक व्यक्ति बैठ गया था എന്ന പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ നമുക്ക് ആദ്യമൊന്ന് നോക്കാം. जानना शब्द की हमारी जानी पहचानी रूढ़ी क्या है? ജാനിന തിരിച്ചറിയുക എന്ന ശബ്ദത്തിൻ്റെ നമ്മുടെ പരിചിതമായ പാരമ്പര്യം എന്താണ്? ഉത്തരം, വ്യക്തി കോ ഉസ്കെ നാം പത്തെ ഉമ്ര ഓഹിദെ യാ ജാതി സെ ജാനിന. വ്യക്തിയെ അവൻ്റെ പേര്, പത്തെ അഡ്രസ്സ്, ഉംർ വയസ്സ്, ഓഹിദെ പദവി, യാ ജാതി സെ ജാനിന ജാതി കൊണ്ടും തിരിച്ചറിയലാണ് ജാനി പഹ്ചാനി രൂഢി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കിസി കോ ജാനിനെ കെ ലിയെ ക്യാ കർണ ചാഹിയെ. ഒരാളെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്? ഒരാളെ തിരിച്ചറിയുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? उत्तरम, व्यक्ति की हताशा, निराशा, असहायता या उसके संकट को जानना चाहिए. വ്യക്തിയുടെ ഹതാശ, നിരാശ, ഇച്ഛാഭംഗം, അസഹായത, നിസ്സഹായത, ഉസ്കെ സങ്കടക്കോ അവൻ്റെ സങ്കടത്തെയും അവൻ്റെ പ്രയാസത്തെയും ജാന്ന ചാഹിയെ നമ്മൾ തിരിച്ചറിയണം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തെന്ന് നോക്കാം. व्यक्ति को न जानना और हताशा को जानने का मतलब क्या है? വ്യക്തിയെ തിരിച്ചറിയലല്ല, അവൻ്റെ നിരാശ തിരിച്ചറിയലാണ്. इसका मतलब क्या है? ഇതിൻ്റെ അർത്ഥമെന്താണ്? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉത്തരം നോക്കൂ. വ്യക്തി को जानना केवल उसके नाम, पते, उम्र, ओहदे या जाति से जानना नहीं. ഒരു വ്യക്തിയെ തിരിച്ചറിയൽ എന്ന് പറഞ്ഞാൽ അവൻ കേവലം അവൻ്റെ പേര്, അഡ്രസ്സ്, വയസ്സ്, പദവി, ജാതിയും തിരിച്ചറിയലല്ല. ഉസ്കി ഹതാശ, നിരാശ, അസഹായത യാ ഉസ്കെ സങ്കട കോ ജാനന ഹി സച്ചാ ജാനന ഹെ. അവൻ്റെ നിരാശയും ഇച്ഛാഭംഗവും നിസ്സഹായതയും അതുപോലെ തന്നെ അവൻ്റെ സങ്കടത്തെയും ദുഃഖത്തെയും തിരിച്ചറിയുക എന്നുള്ളതാണ് സച്ചാ ജാനന ഹെ, യഥാർത്ഥ തിരിച്ചറിവ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കവിനെ ഉസ് വ്യക്തി കെ സാമനെ ക്യോം ഹാത്ത് ബഡായ. കവി ആ വ്യക്തിയുടെ മുമ്പിൽ എന്തുകൊണ്ടാണ് കൈനീട്ടിയത്? ഉത്തരം, कवि ने संकट में पड़े उस व्यक्ति की समस्या पहचान कर उसकी सहायता करने के लिए उसके सामने हाथ बढ़ाया. കവി സങ്കടത്തിൽ അകപ്പെട്ട, ദുഃഖത്തിൽ അകപ്പെട്ട ആ വ്യക്തിയുടെ സമസ്യ പഹചാൻ കർ, സമസ്യ പ്രശ്നം മനസ്സിലാക്കിയിട്ട് ഉസ്കി സഹായത കർണെ കെ ലിയെ അവനെ സഹായിക്കുന്നതിന് വേണ്ടി ഉസ്കെ സാമനെ ഹാത്ത് ബഡായ അവൻ്റെ മുമ്പിൽ കൈനീട്ടി. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഹം ദോനോം സാത്ത് ചലെ, കോൻ കോൻ സാത്ത് ചലെ. ഹം ദോനോം സാത്ത് ചലെ, നമുക്കറിയാം ആ കവിതയുടെ വരികളാണ്. ഞങ്ങൾ രണ്ടാളും ഒപ്പം നടന്നു. കോൻ കോൻ സാത്ത് ചലെ, ആരൊക്കെയാണ് ഒപ്പം നടന്നത്? ഉത്തരം, കവി ഔർ ഹതാസ് വ്യക്തി, കവിയും നിരാശനായ ആ വ്യക്തിയും. അടുത്ത ചോദ്യം, കവിത മേം കവി കാ കോൺ സാ മനോഭാവ് പ്രകട ഹെ. ഈ കവിതയിൽ കവിയുടെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത്? ഉത്തരം,
मनुष्य में मानवीय संवेदना या मनुष्यता का बोध होना अनिवार्य है. മനുഷ്യനിൽ മാനുഷിക പരിഗണനയും മനുഷ്യത്വവും ഉള്ള മനുഷ്യത്വവും ഉണ്ടാവൽ അനിവാര്യമാണ്. ബോധമുണ്ടാവൽ അനിവാര്യമാണ്. അടുത്ത ചോദ്യം, जानने का असली आधार क्या है? ജാനുനയുടെ യഥാർത്ഥ അടിസ്ഥാനം എന്താണ്? എങ്ങനെയാണ് ഒരു മനുഷ്യനെ തിരിച്ചറിയുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? യഥാർത്ഥ തിരിച്ചറിവ് എന്താണ്? ഉത്തരം ഹതാശ സെ ജാനിന, നിരാശ കൊണ്ട് മനസ്സിലാക്കലാണ്. ഒരു വ്യക്തിയെ നമ്മൾ അവൻ്റെ പേരോ അഡ്രസ്സോ അല്ലെങ്കിൽ അവൻ്റെ പദവിയോ അവൻ്റെ വയസ്സോ ജാതിയോ കൊണ്ടല്ല, പിന്നെ നിരാശ കൊണ്ടാണ് ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്ററിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഈ പാഠഭാഗത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു പോസ്റ്ററാണ്. സമാനാർത്ഥി ശബ്ദം ഒന്ന് നോക്കൂ. അനുഭവ്, एहसास, जरूरत आवश्यकता, सूक्ष्म बारीक, സ്വയം खुद, നിരന്തർ തുടർച്ചയായി, लगातार वर्ण बयान, സ്വാഭാവികത അൺഘടത, संकट मुसीबत, प्रसिद्ध विख्यात फेमस, സഹാനുഭൂതി സംവേദന. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. दूसरों की सहायता करना हमारा कर्तव्य है, इस पर अपना विचार लिखें. മറ്റുള്ളവരെ സഹായിക്കൽ നമ്മുടെ കർത്തവ്യമാണ്. ഇസ് പർ അപ്ന വിചാർ ലിഖേ, ഇതിനെക്കുറിച്ച് താങ്കളുടെ ചിന്താഗതി എഴുതാൻ. ഉത്തരം ദോ മനുഷ്യോं के बीच, രണ്ട് മനുഷ്യന്മാർക്കിടയിൽ മനുഷ്യത കാ എഹ്സാസ്, മനുഷ്യത്വത്തിൻ്റെ തോന്നൽ, യാനി മാനവീയ സംവേദന ഹോന ജരൂരി ഹേ, അതായത് മാനുഷിക പരിഗണനയുണ്ടാകലെ അത്യാവശ്യമാണ്. ആജ് കെ സമാജ് മേ, ഇന്നത്തെ സമൂഹത്തിൽ ദയ, പ്യാർ, സ്നേഹവും പരോപകാരവും ആദി നഷ്ട ഹോ രഹേ ഹേ, എന്നിവ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൂസരോं की സഹായത കർണ ഹമാര കർത്തവ്യ ഹേ, മറ്റുള്ളവരെ സഹായിക്കൽ നമ്മുടെ കർത്തവ്യമാണ്. പുറത്തു നിന്നുള്ള ഒരു ചോദ്യമാണ്, ഒരു ലെറ്റർ റൈറ്റിംഗ് ആണ്, ശ്രദ്ധിക്കുക. हताशा से एक व्यक्ति बैठ गया था. कविता की टिप्पणी पढ़कर विनोद कुमार शुक्ल ने नरेश सक्सेना के नाम पर एक पत्र लिखा. वह पत्र कल्पना करके लिखे. हताशा से एक व्यक्ति बैठ गया था.
നിരാശയോടെ ഒരു വ്യക്തി ഇരുന്നിരുന്നു. കവിതയ്ക്ക് ടിപ്പണി പടിക്കർ ഈ കവിതയുടെ വിവരണം വായിച്ചിട്ട് വിനോദ് കുമാർ ശുക്ല് നരേശ് സക്സേന के नाम पर നരേശ് സക്സേനയുടെ പേരിൽ एक पत्र लिखा, ഒരു ലെറ്റർ എഴുതി. वह पत्र कल्पना करके लिखे, ആ ലെറ്റർ സങ്കല്പിച്ചെഴുതാൻ. നമുക്കറിയാം ആ പാഠഭാഗം അഥവാ അദാശാസയ്യക്ക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന പാഠഭാഗം എഴുതിയത് വിനോദ് കുമാർ ശുക്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതയായിരുന്നു. എന്നാൽ അതിനെ അതിസുന്ദരമായ ഒരു ടിപ്പണി എഴുതിയ ആളാണ് നരേശ് സക്സേന. അപ്പോൾ ആ ടിപ്പണി കണ്ടിട്ട് വിനോദ് കുമാർ ശുക്ല നരേശ് സക്സേനയുടെ പേരിൽ ഒരു ലെറ്റർ എഴുതുകയാണ്. ആ ലെറ്റർ എങ്ങനെയുണ്ടാവും? प्रिय नरेश, मैं पहले आपको बधाई देता हूँ. ഞാൻ ആദ്യം താങ്കൾക്ക് അഭിനന്ദനങ്ങൾ നൽകുന്നു. മേരി കവിത को इतनी गहरी तक समझने, എൻ്റെ കവിതയെ ഇത്ര ആഴത്തിൽ മനസ്സിലാക്കിയതിനും और उसकी इतनी अच्छी टिप्पणी लिखने के लिए, അതിന് ഇത്രത്തോളം നല്ലൊരു വിവരണം എഴുതിയതിനും. ഗദ്യരൂപ से लिखी मेरी कविता में, ഗദ്യരൂപത്തിൽ എഴുതിയ എൻ്റെ കവിതയിൽ ജറൂർ ഏക് ബാത് ഥി, തീർച്ചയായും ഒരു കാര്യമുണ്ടായിരുന്നു. വഹ് ആപ്പിനെ പഹചാന, അത് താങ്കൾ തിരിച്ചറിഞ്ഞു. ജാനന ശബ്ദ കാ സച്ച അർത്ഥ, ജാനന എന്ന ശബ്ദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം. ജറൂർ വഹ് മനുഷ്യത കി ഓർ ഇഷാര കർനെ വാല ഹെ, തീർച്ചയായും അത് മനുഷ്യതയുടെ നേരെ, മനുഷ്യത്വത്തിൻ്റെ നേരെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നായിരുന്നു. ആജ് കെ സമാജ് മേ, ഇന്നത്തെ സമൂഹത്തിൽ ദയ, പ്യാർ, സ്നേഹം, പരോപകാരം ആദി നഷ്ട ഹോത്തെ ദേഖുക എന്നിവ നഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ മേരെ മൻമേ യഹ് ആശയ ആയ, എൻ്റെ മനസ്സിൽ ഈ ആശയം വന്നു. മനുഷ്യോं के बीच മനുഷ്യത का एहसास बताकर, മനുഷ്യന്മാരുടെ ഇടയിൽ മനുഷ്യത്വത്തിൻ്റെ തോന്നൽ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഉളവാക്കിയിട്ട് ആ പിന്നെ ടിപ്പണി തയ്യാറാക്കി, താങ്കൾ ഈ വിവരണം തയ്യാറാക്കി. ബഡി ഖുഷി മേ ഹൂം, വളരെ സന്തോഷവാനാണ് ഞാൻ. ധന്യവാദ്. പ്യാർ സെ, സ്നേഹത്തോടെ വിനോദ് കുമാർ ശുക്ല. ഹസ്താക്ഷർ. സേവാമേ, ഇനി ഇടത്തെ സൈഡിൽ എഴുതേണ്ടത് സേവാമേ 2 എന്നാണ് അർത്ഥം. ഒരു ബോക്സിലാണ് അത് എഴുതേണ്ടത്. സേവാമേ 2 എന്നാണ് അർത്ഥം. നാം നരേശ് സക്സേനയാണ്. ആർക്കാണോ അയക്കുന്നത് അവരാണ് 2. പിന്നെ പത്ത, അഡ്രസ്സ് നിങ്ങൾ എഴുതേണ്ടതില്ല, പത്ത എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. അടുത്ത പാഠഭാഗമായ ടൂട്ട പഹിയയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നമുക്ക് കടക്കാം. ടൂട്ട പഹിയക്കോ ക്യോം ഫേങ്കിന നഹി ചാഹിയെ, പൊട്ടിയ ചക്രത്തെ എന്തുകൊണ്ടാണ് വലിച്ചെറിയരുത് എന്ന് പറയാൻ കാരണം? ഉത്തരം, ജിസ് ചീസ് കോ ഹം ഫാൽതു സമജ് കർ ഫേങ്ക് ദേത്താ ഹെ, ഏതൊരു വസ്തുവിനെയാണോ നമ്മൾ വെറുതെ ഉള്ള വസ്തുവാക്കി മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, വലിച്ചെറിയുന്നത്, അഥവാ നമ്മൾ ഒഴിവാക്കേണ്ട വസ്തുവാക്കി വലിച്ചെറിയുന്നത്, ഉസ്ക കബി ഉപയോഗ കർണേക്ക മൗക്ക ആസക്ത ഹെ, അതിനെ ചിലപ്പോൾ ഉപയോഗപ്പെടുത്തേണ്ടി വരും, അങ്ങനത്തെ ഒരു മൗക്ക വന്നെത്തും, അവസരം വന്നെത്തും. ഇസ്ലിയെ കഹാ ഹെ, ഇതുകൊണ്ടാണ് പറഞ്ഞത് ടൂട്ടാ പഹിയക്കോ ഫേങ്കിന നഹി ചാഹിയെ, ടൂട്ടാ പഹിയയെ ഒരിക്കലും വലിച്ചെറിയരുത് എന്ന്. അപ്പോൾ ഉപയോഗമുള്ള വസ്തുക്കൾ, ഉപയോഗശൂന്യമായ വസ്തുക്കളെ നമ്മൾ, ഈ ഫാൽത്തു വസ്തുക്കൾ അഥവാ ഉപയോഗശൂന്യമായ വസ്തുക്കളെ നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ ചിലപ്പോൾ അതെന്ത് ചെയ്യും, ഉപയോഗപ്പെടും. അതുകൊണ്ടാണ് വലിച്ചെറിയരുത് എന്ന് പറയാൻ കാരണം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അഭിമന്യുക്കോ ദുസ്സാഹസി ക്യോം കഹാ ഗയാ ഹെ, അഭിമന്യുവിനെ എന്തുകൊണ്ടാണ് ദുസ്സാഹസി എന്ന് പറയാൻ കാരണം? ദുസ്സാഹസി എന്ന് പറഞ്ഞാൽ എന്താ, ധൈര്യശാലി എന്ന് പറയാൻ കാരണം. ഉത്തരം, അർജുൻ പുത്ര അഭിമന്യു, അർജുനപുത്രനായ അഭിമന്യു കൗരവോം സേ രചിത്, കൗരവരാൽ രചിക്കപ്പെട്ട ചക്രവ്യൂഹമേ പ്രവേശ് കർണേക്ക സാഹസ് കിയ, ചക്രവ്യൂഹത്തിൽ കടക്കാനുള്ള ധൈര്യം കാണിച്ചു. ഇസ്ലിയെ, അതുകൊണ്ട് അഭിമന്യുക്കോ ദുസ്സാഹസി കഹാ ഗയാ ഹൈ, അഭിമന്യുവിനെ സാഹസി എന്ന് പറയുന്നു. കവിത में
കിസ്കാ പക്ഷ് അസത്യ ഹെ? കവിതയിൽ ആരുടെ പക്ഷമാണ് അസത്യം? ഉത്തരം ബഡേ ബഡേ മഹാരഥി ക. അടുത്ത ചോദ്യം, അല്ലെങ്കിൽ കൗരവോം ക, കൗരവരുടെ. അടുത്ത ചോദ്യം, കവിത മേം അകേലി ആവാസ് കിസ്കി ഹെ? കവിതയിൽ ഒറ്റക്കുള്ള ശബ്ദം ആരുടേതാണ്? അകേലി നിഹത്തി ആവാസ് കിസ്കി ഹെ? ഒറ്റക്ക് നിരായുധനായ ശബ്ദം ആരുടേതാണ്? ഇങ്ങനെയും ചോദിക്കാം. ഉത്തരം അഭിമന്യുവിൻ്റെ. വുമായി ബന്ധപ്പെട്ട സമാനാർത്ഥി ശബ്ദം ഒന്ന് നോക്കൂ. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട സമാനാർത്ഥി ശബ്ദം: ലോഹാലേന എതിരിടുക അഥവാ അതിന് പറയുന്നത് സാമിനാകർണ. ജൂട്ട് അസത്യം. അചാനക് സഹസ പെട്ടെന്ന്. സഹാര ആശ്രയിക്കുക. ചക്രം തന്നെ പഹിയ. ലൽക്കാർ ചുനൗതി വെല്ലുവിളിക്കുക. ശബ്ദ് ആവാസ് തുരങ്കി സേന അക്ഷൗഹിണി സേന. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യ ഭാഗമാണ് ടിപ്പണി എഴുതാൻ, വിവരണം എഴുതാൻ. ടൂട്ടാ पहिया कविता पर टिप्पणी लिखे. उत्तरम हिंदी के प्रमुख कवि धर्मवीर भारत की एक छोटी कविता है टूटा पहिया. इसमें अभिमन्यु और टूटा पहिया के प्रतीक से कवि मानव मूल्यों की प्रधानता हमें समझाते हैं. ഹിന്ദിയുടെ പ്രമുഖ കവിയായ ധർമ്മവീർ ഭാരതിയുടെ ഒരു ചെറിയ കവിതയാണ് പൊട്ടിയ ചക്രം. ഇസ്മേം അഭിമന്യു ഔർ ടൂട്ടാ पहिया के प्रतीक से, ഇതിൽ അഭിമന്യുവിനെയും പൊട്ടിയ ചക്രത്തെയും പ്രതീകങ്ങളാക്കി കവി മാനവ മൂല്യം की പ്രധാനത, മാനുഷിക മൂല്യത്തിൻ്റെ പ്രാധാന്യം ഹമേം സംജാത്തെ ഹെ, നമുക്ക് മനസ്സിലാക്കി തരുന്നു. രഥ കാ ടൂട്ടാ പഹിയ കഹത്താ ഹൈ കി, രഥത്തിൻ്റെ പൊട്ടിയ ചക്രം പറയുന്നു എന്തെന്നാൽ, मैं रथ का टूटा पहिया हूँ लेकिन मुझे मत फेंकना. जीवन की विषमताएं रूपी चक्रव्यूह में अभिमन्यु के समान कोई शोषित मनुष्य आ जाए तो मैं उसका सहारा हो जाऊँ. അപ്പോൾ രഥത്തിൻ്റെ പൊട്ടിയ ചക്രം എന്താണ് പറയുന്നത്? മേ രഥ കാ ടൂട്ടാ പഹിയാഹും, ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാണ്. ലേക്കിൻ മുझे മത് ഫേങ്കിന, പക്ഷേ എന്നെ വലിച്ചെറിയരുത്. ഞാൻ തകർന്ന മാനുഷിക മൂല്യമാണ്, എന്നെ വലിച്ചെറിയരുത്. ജീവൻ കി വിഷമതായം രൂപി ചക്രവ്യൂഹമേ, ജീവിതത്തിലെ വിഷമതകൾ നിറഞ്ഞ ചക്രരൂപത്തിൽ. ജീവിതം ഒരു വിഷമതകൾ നിറഞ്ഞ ചക്രവ്യൂഹത്തെ പോലെയാണ്. ഒരു ചക്രവ്യൂഹത്തിന് സമമാണ് നമ്മുടെ ജീവിതം. ജീവിതത്തിൽ ഒരുപാട് വിഷമതകളുണ്ട്. അത് പറഞ്ഞ് ജീവിതത്തിലെ വിഷമതകൾ നിറഞ്ഞ ചക്രവ്യൂഹത്തിൽ അഭിമന്യുക്കെ സമാൻ, അഭിമന്യുവിനെ പോലെ, കോയി ശോഷിത് മനുഷ്യ ആജായതോ, ഒരു ചൂഷണത്തിനിരയായ മനുഷ്യൻ വന്നാൽ, മേ ഉസ്കാ സഹാര ഹോ ജാവും, ഞാൻ അവർക്ക് സഹായമായി മാറും അഥവാ ആശ്രയമായി മാറും. कुरुक्षेत्र युद्ध में अर्जुन पुत्र अभिमन्यु कौरवों से रचित चक्रव्यूह में फंस गया. लड़ते लड़ते वह निरायुध हो गया. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുൻ പുത്ര അഭിമന്യു, അർജുനപുത്രനായ അഭിമന്യു, കൗരവോംസെ രചിത്, കൗരവരാൽ രചിക്കപ്പെട്ട ചക്രവ്യൂഹമേ ഫംസുകയ, ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടു. ലടുത്തെ ലടുത്തെ വഹ നിരായുധ ഹോകയ, പോരാടി പോരാടി അവൻ നിരായുധനായി. നിരായുധ സെ ലഡ്ന യുദ്ധ കി ധാർമ്മികത കെ വിരുദ്ധ ഹെ. നിരായുധനോട് പോരാടുക എന്നുള്ളത് യുദ്ധത്തിൻ്റെ ധാർമ്മികതക്ക് എതിരാണ്. ഇസ് അസത്യ സമജ് കർ ഭി, ഈ അസത്യം മനസ്സിലാക്കിയിട്ട് കൂടെ, ബഡേ ബഡേ മഹാരഥി ഭി, വലിയ വലിയ മഹാവീരന്മാർ കൂടി, ഉസ്കോ കുചൽ ദേന ചാഹത്തെ ഹെ, അവനെ ചവിട്ടി മെതിക്കാൻ ആഗ്രഹിക്കുന്നു.
शासक वर्ग ഭരണവർഗം अपने अधिकार और शक्ति से തൻ്റെ അധികാരവും ശക്തിയും ഉപയോഗിച്ച് അസഹായവും ആവാസ് को നിസ്സഹായവരുടെ ശബ്ദത്തെ കുചൽ ദേന ചാത്തെ തോ ചവിട്ടി മെതിക്കാൻ ആഗ്രഹിച്ചാൽ ആം ജനതക്കോ സാധാരണ ജനത്തിന് मानव मूल्य रूपी टूटा पहिया का सहारा लेना पड़ता है. മാനുഷിക മൂല്യത്തിൻ്റെ രൂപമായ പൊട്ടിയ ചക്രത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. इस कविता में कवि ने मानव मूल्यों की शक्ति ഈ കവിതയിൽ കവി മാനുഷിക മൂല്യത്തിൻ്റെ ശക്തി सरल भाषा में व्यक्त की गई है, ലളിതമായ ഭാഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. आज के समाज के शोषित जन को ഇന്നത്തെ സമൂഹത്തിലെ ചൂഷണത്തിനിരയായ ജനങ്ങൾക്ക് शोषण के विरुद्ध ചൂഷണക്കാരെ എതിർത്തുകൊണ്ട് ആവാസ് ഉഠാനെ കാ ആഹ്വാൻ ഭി ശബ്ദമുയർത്താനുള്ള ആഹ്വാനവും ഇസ് കവിത മേം ഹെ ഈ കവിതയിലുണ്ട്. വീണ്ടും അടുത്ത ഭാഗത്തിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ.